ഭരണസുരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ ഫയലുകൾക്കിടയിൽ ചേര. ദർബാർ ഹാളിന് പിൻഭാഗത്തെ സി വിഭാഗത്തിലാണ് ചേരയെ കണ്ടത്. വനംവകുപ്പിന്റെ സർപ്പ ടീമെത്തി ചേരയെ പിടികൂടി. വന്ന് സെക്രട്ടേറിയറ്റിനകത്തും ചേര കയറി ചെന്നു. സംസ്ഥാന ഉരകമായി പ്രഖ്യാപിക്കാനുള്ള അപേക്ഷയുമായിട്ടാണ് ചേരസാർ എത്തിയതെന്നാണ് പുറത്തെ സംസാരം. വിഷവീര്യമുള്ളവരുണ്ടെങ്കിലും ചേരയുടെ സേവനമാണ് സർക്കാരിന് ഇഷ്ടപ്പെട്ടത്. പിന്നാലെ സംസ്ഥാന ഉരകമായി ചേരയെ പ്രഖ്യാപിക്കാനുള്ള ആലോചനകളായി. ജനവാസ മേഖലകളിൽ സർവ്വസാധാരണമായി കാണുന്ന വിഷരഹിതമായ പാമ്പാണ് ചേര. ചേര കർഷകരുടെ മിത്രം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം വിഷമില്ല. കൃഷിയിടങ്ങളിലുള്ള ചെറിയ പ്രാണികളെയൊക്കെ പിടിച്ചു കഴിക്കുമ്പോൾ ആ കൃഷി നമുക്ക് നല്ല രീതിയിൽ എടുക്കാനുള്ള ഇത് കിട്ടുന്നുണ്ട്. മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ ഏറുകയും പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ പെരുകുന്ന സാഹചര്യത്തിലുമാണ് ചേരയെ സംസ്ഥാന ഉരകമായി പ്രഖ്യാപിക്കാനുള്ള വനംവകുപ്പിന്റെ നിർദ്ദേശമുയർന്നത്. വിഷപ്പാമ്പുകളുടെ എണ്ണം ചേര നിയന്ത്രിക്കുന്നുവെന്ന് വനംവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടോ ഒത്തിരി സഹായിക്കുന്ന പാമ്പുകൾ തന്നെയുണ്ട്. അതായത് വിഷപ്പാമ്പുകളെ കഴിക്കുന്ന പാമ്പുകൾ. ചേരയും എലികളും മാത്രമല്ല, തവളകളും ചെറു പക്ഷികളും ചെറു ജീവികളും മറ്റ് ചെറിയ പാമ്പുകളും ചേരയുടെ ആഹാരത്തിൽപ്പെട്ടതാണ്. മൂർഖൻ്റെ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ മറ്റ് വിഷപ്പാമ്പുകളുടെ കുഞ്ഞുങ്ങളെയോ ഒക്കെ ചേര കണ്ടു കഴിഞ്ഞാൽ പിടികൂടി കഴിക്കും. അതിലൂടെ മറ്റ് വിഷപ്പാമ്പുകളുടെ സാന്നിധ്യം ജനവാസ മേഖലയിൽ നിയന്ത്രിക്കുകയും ആൾക്കാർക്ക് കടിയേൽക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു ജീവി കൂടിയാണ് ചേര എന്ന് പറയുന്നത്. നീളമുള്ള ശരീരം, കടും മഞ്ഞ നിറത്തിൽ കറുത്ത വലക്കണ്ണികൾ പോലെയുള്ള അടയാളങ്ങൾ ശരീരത്തിൽ കാണാം. ചിലപ്പോൾ കറുത്ത നിറത്തിലും. ഇത് ആവാസ വ്യവസ്ഥയിലെ പ്രത്യേകത കൊണ്ടാണ്. ഈ വ്യത്യാസം അനുസരിച്ച് മഞ്ഞച്ചേര, കരിഞ്ചേര എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലും ചേരയുടെ റെസ്ക്യൂ കിട്ടുന്നത് ഇതിങ്ങനെ വലയിൽ കുരുങ്ങി കിടക്കുമ്പോഴാണ്. കിണറിൻ്റെ വലയിൽ, മീനിൻ്റെ കുളത്തിൽ വലയിട്ടേക്കാറുണ്ട്. അതിൽ പിന്നെ നമ്മുടെ ഈ കിളിക്കൂടുകളുണ്ട് വീട്ടിലൊത്തിരി, എല്ലാ വീടുകളിലും. അപ്പോൾ അതിൽ ഇവർ നെറ്റിട്ട് വയ്ക്കും. ആ നെറ്റിലൊക്കെ ഈ കുരുങ്ങിക്കിടന്നാണ് നമുക്ക് കൂടുതലും ചേരയുടെ റെസ്ക്യൂ കിട്ടാറുള്ളത്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിരിക്കുന്ന ചേരയെ കൊല്ലുന്നത് കുറ്റകരമാണ്. ചേര ഹീറോ ആവാൻ കുറച്ചുകൂടി സമയമെടുക്കും. സമഗ്രമായ പഠനം നടത്തി റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി ചെയർമാനായ വന്യജീവി ബോർഡ് വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സജീവകുമാറിനൊപ്പം ടി സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.